ലാവലിൻ അഴിമതി കേസിൽ പിണറായി വിജയൻ അടക്കമുള്ളവരെ പ്രോസിക്യൂട്ട് ചെയ്യുന്ന കാര്യത്തിൽ സംസ്ഥാന മന്ത്രിസഭ പക്ഷപാതപരമായി പെരുമാറിയെന്ന് സിബിഐ. ശക്തനായ പാർട്ടി സെക്രട്ടറിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചതെന്ന് ആരോപിക്കുന്ന സത്യവാങ്മൂലം അന്വേഷണ സംഘം കൊച്ചിയിലെ പ്രത്യേക സിബിഐ കോടതിയിൽ സമർപ്പിച്ചു. സിബിഐ സമർപ്പിച്ച 3 പേജുള്ള സത്യവാങ്മൂലത്തിലെ പ്രധാന പരാമർശങ്ങൾ ഇങ്ങനെയാണ്. മന്ത്രിസഭയുടെ അംഗീകാരമില്ലാതെയാണ് പിണറായി അടക്കമുള്ളവരെ പ്രോസിക്യൂട്ട് ചെയ്തതെന്ന വാദം നിലനിൽക്കുന്നതല്ല. ഗവർണറാണ് ഭരണത്തിന്റെ ആണിക്കല്ല്. ഗവർണർ തന്നെയാണ് ഭരണകൂടം. 1-ാം പ്രതി മോഹനചന്ദ്രനെയും 7-ാം പ്രതി പിണറായി വിജയനെയും 8-ാം പ്രതി ഫ്രാൻസിസിനെയും പ്രോസിക്യൂട്ട് ചെയ്യാൻ ഗവർണറുടെ പ്രത്യേക അനുമതിയുണ്ട്. ഇത് പിണറായി വിജയന് മാത്രമല്ല, എല്ലാ പ്രതികൾക്കും ബാധകമാണ്. പക്ഷേ പിണറായി വിജയൻ അടക്കമുള്ള 3 പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യുന്ന കാര്യത്തിൽ പക്ഷപാതപരമായ സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്. ഇത് ശരിയായില്ല. ഏറ്റവും ശക്തനായ പാർട്ടി സെക്രട്ടറിയെ സംരക്ഷിക്കാനാണ് പ്രോസിക്യൂഷൻ അനുമതി നിഷേധിച്ചതിലൂടെ സംസ്ഥാന മന്ത്രിസഭ ശ്രമിച്ചത്. അസത്യങ്ങളും അർത്ഥഗർഭങ്ങളുമായ കാര്യങ്ങൾ മാത്രമാണ് ഇതിനായി പരിഗണിച്ചത്. ഗവർണറിൽ നിന്ന് ഇത്തരമൊരു അനുമതി ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ അത് കടുത്ത നിയമലംഘനമാകുമായിരുന്നു. സർക്കാർ അനുമതിയില്ലാതെ തന്നെ പ്രതി ചേർത്തത് ചോദ്യം ചെയ്തുകൊണ്ട് 8-ാം പ്രതി ഫ്രാൻസിസ് സമർപ്പിച്ച ഹർജിയിലാണ് സിബിഐയുടെ സത്യവാങ്മൂലം. അഴിമതി നിരോധന നിയമപ്രകാരം 3 പ്രതി ചേർത്തത് നിയമവിധേയമായി തന്നെയാണെന്നും സിബിഐ കോടതിയെ അറിയിച്ചിട്ടുണ്ട്.